നമസ്കാരം. ഇത് പെരിങ്ങോട്ടുകര. എൻ്റെ പേര് ഹെന്ന. ഞാനിപ്പോൾ ഒരു 3 മാസമായിട്ട് സെപ്റ്റംബർ മാസത്തിലാണ് ഈ വീട് പണി കഴിച്ചത്. 1700 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണുള്ളത്. താഴെ ഒരു 1000-ൻ്റെ മുകളിൽ സ്ക്വയർ ഫീറ്റും മുകളിൽ ഒരു 600 ചില്ലറയും, അങ്ങനെ മൊത്തം 1700. താഴെ 2 ബെഡ്റൂം, ലിവിംഗ്, ഡൈനിങ്, ഓപ്പൺ കിച്ചൺ, സ്റ്റോർ റൂം, വർക്ക് ഏരിയ, ബാക്കിലൊരു ചെറിയ ഏരിയ, അതുപോലെ തന്നെ മുകളിൽ ഒരു ലിവിംഗ്, ഒരു ബെഡ്റൂം. എനിക്ക് ഈ വീട് എൻ്റെ സ്വപ്ന ഭവനം എന്ന് തന്നെ പറയാം. ഈ വീട് പണി കഴിച്ച് തന്നത് ശാന്തിലാൽ സാറാണ്. എനിക്ക് സാധാരണ വീടുകളിൽ നിന്നും ഒരു വ്യത്യസ്തതയുള്ള വീട് വേണമെന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ സാധാരണ വീടുകൾ എങ്ങനെയാണ്, ഈ ഫുൾ കോൺക്രീറ്റ് അടച്ചു പൂട്ടിയിട്ടുള്ള വീടുകൾ, ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഒരു നെഗറ്റിവിറ്റിയും ഒരു ഇരുട്ടും ഒക്കെ തോന്നും. നമുക്ക് പുറം കാഴ്ചകൾ കാണാനോ ഒന്നും പറ്റില്ല. 4 ചുമരിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീൽ ആയിരിക്കും സാധാരണ നോർമൽ കൺസ്ട്രക്ഷനിലുള്ള വീടുകളിൽ. അപ്പോൾ അതിൽ നിന്നും വിഭിന്നമായിട്ട് എനിക്ക് കുറച്ചും കൂടി ഒരു പ്രകൃതിയോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള, അതായത് ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ പുറം കാഴ്ചകൾ കാണാൻ പറ്റുന്ന, പ്രകൃതിയുടെ പച്ചപ്പ് കാണാൻ പറ്റുന്ന, രാത്രി ആയി കഴിഞ്ഞാൽ നക്ഷത്രങ്ങളും ചന്ദ്രനും കാണാൻ പറ്റുന്ന അതേപോലെയുള്ള ഒരു വീട് വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ കോൺസെപ്റ്റ് ഉണ്ടെങ്കിലും അതൊരു എഞ്ചിനീയറിനോട് പറഞ്ഞു കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യിക്കാൻ, അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അതേ കോൺസെപ്റ്റ് ഷെയർ ചെയ്യുന്ന, കോൺസെപ്റ്റ് ഉള്ള ഒരു എഞ്ചിനീയർ അതിനുള്ളൊരു തെരച്ചിൽ ഞാൻ ആരംഭിച്ചു. ഒരുപാട് അന്വേഷിച്ചു, കുറേ പേരെ കണ്ടു, അതുപോലെ തന്നെ യൂട്യൂബിൽ നോക്കി, ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അങ്ങനെ അവസാനമാണ് ഞാൻ കൊടുങ്ങല്ലൂരുള്ള ശാന്തിലാൽ സാറിൻ്റെ അടുത്തേക്ക് എത്തിപ്പെട്ടത്. സാറുമായിട്ട് ആദ്യം തന്നെ ഫോണിൽ സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ ഡബിൾ ഹാപ്പിയായി. കാരണം ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് സാറിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായി. അങ്ങനെ സാറിനെ ഞാൻ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഏൽപ്പിച്ചു. സാറ് ഞാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് ഈ വീടിൻ്റെ പണി കഴിപ്പിച്ച് തന്നു. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു മാവുണ്ട്. സാറ് പറഞ്ഞു ഈ മാവ് വെട്ടരുത്, മാവ് മുറിക്കാൻ സാറ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പലരും പറഞ്ഞു ഈ മാവിൻ്റെ വേര് തറയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്, അത് തറയ്ക്ക് കേടായിരിക്കും എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു ഇല്ല, അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക. അങ്ങനെ സാറ് മാവിൻ്റെ ചുറ്റും 8 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് അത് വേര് തറയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ ആ മാവ് അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് സാറ് ഈ വീടിൻ്റെ പ്ലാൻ ആ മാവിനനുസരിച്ചാണ് വരച്ചത്. അപ്പോൾ ഇപ്പോൾ പലരും വീട് കാണാൻ വരുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാവ് അവിടെ ഉള്ളതാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്നാണ്. അതേപോലെ തന്നെ ഈ വീടിൻ്റെ അകത്ത് കയറി വന്നു കഴിഞ്ഞാലും വളരെ ഒരു പോസിറ്റിവിറ്റിയാണ്. നമുക്കിങ്ങനെ അടച്ചു പൂട്ടിയ ഒരു വീടിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഫീലല്ല. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ പർഗോളയാണ്, ഇവിടെ എല്ലാം ഓപ്പണിങ്സ് ആണ്. മുകളിൽ കയറി കഴിഞ്ഞാൽ മൊത്തം ഓപ്പണിങ്സ് ആണ്. നല്ല കാറ്റും വെളിച്ചവും തണവും എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് രാത്രി ആയാലും പകലായാലും ഞങ്ങൾ പകൽ ഫാനേ ഇടാറില്ല. അതുപോലെ തന്നെ ലിവിങ്ങിലും ഡൈനിങ്ങിലും ഒന്നും നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ലും നല്ല കുറവാണ്. പിന്നെ പ്ലാസ്റ്ററിങ് കുറവാണ്. വെട്ടുകളിലൊക്കെ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ്. പോയിന്റ് ചെയ്തിട്ട് ക്ലിയർ കോട്ട് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ സിമെന്റിന്റെ ഉപയോഗം കുറവാണ്. അപ്പോൾ പ്ലാസ്റ്ററിങ് ഇല്ലാത്തത് കൊണ്ട് ചൂട് കുറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വെട്ടുകല്ല് യൂസ് ചെയ്തതാണ്, നാച്ചുറൽ സ്റ്റോൺ ആയിട്ടുള്ള വെട്ടുകല്ല് യൂസ് ചെയ്തതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പ്ലാസ്റ്ററിങ്ങും ചെയ്തിട്ടില്ല. നമ്മുടെ വീടിൻ്റെ ഒരു 70% ഭാഗത്തോളം പെയിന്റിങ്ങും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് ആണ്. 3 ബെഡ്റൂംസിനും താഴെ 2 ബെഡ്റൂംസും മുകളിലൊരു ബെഡ്റൂമാണ്. 3 ബെഡ്റൂംസും സാർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടിനെ 2ആയി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഏരിയയും ഉണ്ട്, പബ്ലിക് ഏരിയയും ഉണ്ട്. ആ പ്രൈവറ്റ് ഏരിയയിൽ പെടുന്നതാണ് ഈ 3 ബെഡ്റൂംസും, 3 അറ്റാച്ച്ഡ് ബെഡ്റൂംസ്. ഈ 3 ബെഡ്റൂംസും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൈവസിയാണ്. 3 ബെഡ്റൂമും ഒറ്റ നോട്ടത്തിൽ